ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബീഹാറിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിനും ബീഹാർ ഭരിക്കുന്ന NDAക്കും അതിനിർണായകമാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ബീഹാറും BJPക്ക് മുന്നിൽ അടിയറവ് വെക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ തിരിച്ചു വരാനാവാത്ത വിധം ഇന്ത്യ സഖ്യം തകർന്നു പോകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രതിപക്ഷമായ ലാലു പ്രസാദ് യാദവിന്റെ RJDയെ പരിഹസിച്ച് വീണ്ടും ഭരണത്തിന് പ്രചാരണം കനപ്പിക്കുമ്പോൾ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുകയാണ് RJD നേതാക്കൾ. ലാലു റാബറി ജംഗിൾ രാജ് എന്ന പ്രയോഗം വീണ്ടും ഉപയോഗിച്ചാണ് ബീഹാറിൽ BJPയും JDയും പ്രചാരണം കൊഴുപ്പിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലാലു റാബറി ജംഗിൾ രാജ് എന്ന പഴയ പ്രചാരണായുധം വീണ്ടും ഭരണകക്ഷിയായ NDA സജീവമാക്കിയതോടെ ആ ശ്രമത്തെ RJD ശക്തമായി എതിർക്കാൻ തീരുമാനിച്ചുറപ്പിച്ചത് നിയമസഭയിൽ വ്യക്തമായിട്ടുണ്ട്. ഗവർണറുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ സംസ്ഥാന നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രചാരണ തന്ത്രങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ജംഗിൾ രാജ് എന്ന് പറഞ്ഞ് ലാലു പ്രസാദ് കാലത്തെ വിമർശിച്ച് 4ാമത് മുഖ്യമന്ത്രി കസേര പിടിച്ചെടുക്കാൻ BJP സഹായത്തോടെ നിതീഷ് കുമാർ ശ്രമിക്കുമ്പോൾ നിതീഷ് ഭരണത്തിൽ സംസ്ഥാനം നേരിടുന്ന പിന്നോക്കാവസ്ഥയാണ് RJD പ്രചാരണായുധമാക്കുന്നത്. 1990, 2005 കാലഘട്ടത്തിൽ RJDയുടെ ലാലു പ്രസാദ് യാദവും ഭാര്യ റാബ്രി ദേവിയും ചേർന്ന് നടത്തിയ ഭരണത്തെയും അഴിമതി ആരോപണങ്ങളെയുമാണ് കാട്ടുഭരണമെന്ന് പരിഹസിക്കുന്നത്. ഫെബ്രുവരി 24-ന് ബഗൽപൂരിൽ നിതീഷിനൊപ്പം ഒരു സംയുക്ത റാലി അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RJDയെ ജംഗിൾ രാജ് വാലെ എന്ന് വിളിച്ചതാണ് NDA പ്രചാരണങ്ങളുടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള JDU ഭരണത്തെ ബീഹാർ നിയമസഭയിൽ ഭരണകക്ഷി പ്രശംസിക്കുകയും ലാലുവിന്റെ 15 കൊല്ലത്തെ ഭരണത്തെ വിമർശിക്കുകയും ചെയ്തതോടെ 2005-ന് മുൻപ് ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് സമ്മതിക്കുമോ ജി എന്ന പരിഹാസം ലാലുവിന്റെ മകനും RJDയുടെ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് ചോദിച്ചു. ഇന്ത്യ വികസനത്തിലെ പ്രശ്നങ്ങൾ എന്ന എഴുത്തുകാരനായ മോഹൻ ഗുരുസ്വാമിയുടെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് തേജസ്വി ബീഹാറിലെ നിലവിലെ ആളോഹരി വരുമാനത്തെക്കുറിച്ച് പറഞ്ഞതാണ് തിരിച്ചടിച്ചത്. ലോകത്തിലെ ഏറ്റവും ദരിദ്ര പ്രദേശമായി കണക്കാക്കപ്പെടുന്ന സബ് സഹാറൻ ആഫ്രിക്കയുടെ $1710 വാർഷിക പ്രതിശീർഷ വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബീഹാറിന്റെ ഏറ്റവും പുതിയ വാർഷിക പ്രതിശീർഷ വരുമാനം $1100 ആണ് എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിതീഷ് കുമാർ കൂടുതൽ കാലം അധികാരത്തിൽ തുടർന്നാൽ അദ്ദേഹം ഇതിന് ബ്രിട്ടീഷുകാരെയും 18-ാം നൂറ്റാണ്ടിലെ ഭരണകൂടത്തെയും വരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുമെന്നും തേജസ്വി ഇവിടെ പരിഹസിക്കുന്നുമുണ്ട്. ബീഹാറിൽ 22 തവണ സർക്കാർ മാറ്റവും 1961 മുതൽ 5 തവണ രാഷ്ട്രപതി ഭരണവും വന്നതിനു ശേഷം ഒരു സ്ഥിരതയുള്ള സർക്കാരിന് നൽകുക എന്നതായിരുന്നു 1990-ൽ അധികാരത്തിൽ വന്നത് ലാലുവും ആദ്യം ചെയ്തത്. കഴിഞ്ഞ 150 വർഷത്തിനിടയിൽ സംഭവിക്കാത്ത സാമൂഹിക പരിവർത്തനവും ശാക്തീകരണവും അദ്ദേഹം കൊണ്ടുവന്നു എന്നും EBC, OBC, SC സമുദായങ്ങളിൽ നിന്നുള്ളവർ MP-മാരും മന്ത്രിമാരും ബോർഡുകളുടെയും കമ്മീഷനുകളുടെയും തലവന്മാരുമായത് ലാലു പ്രസാദിന്റെ കീഴിലായിരുന്നു എന്നും തേജസ്വി ചൂണ്ടിക്കാണിച്ചിരുന്നു. ബച്ചാ ഹേ എന്ന് പറഞ്ഞതാണ് തേജസ്വിയുടെ മറുപടിയെ നിതീഷ് പരിഹസിച്ചു തള്ളിയത്.